ഹലോ എവ്രി വൺ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഒരു ട്യൂഷൻ സെൻറ്റർ എന്നുള്ള നിലക്ക് നമുക്ക് വരുന്ന എൻക്വയറീസുകളെ ട്യൂട്ട് ലിങ്ക്സിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടാകും. ഏതെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അത് കോളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ വാട്സപ്പിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ അവർ ട്യൂഷൻ സെൻറ്ററിൽ വന്നിട്ട് അന്വേഷിക്കുന്നതായിരിക്കാം. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പേപ്പർ മോഡിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് അത് നഷ്ടപ്പെട്ടു പോകാനും അല്ലെങ്കിൽ നമ്മളത് ഫോളോ അപ്പ് ചെയ്യാതിരിക്കാനും ആ ഡേറ്റ് മറന്നു പോകാനും ഒക്കെ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരം എൻക്വയറീസുകളെ വളരെ ഈസി ആയിക്കൊണ്ട് നമുക്ക് ഓർഗനൈസ് ചെയ്തിട്ട് നമുക്ക് ട്യൂട്ട് ലിങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്യൂട്ട് ലിങ്കിൻ്റെ ഡാഷ്ബോർഡിൽ ഏറ്റവും ലോവർ പാർട്ടിൽ നമ്മുടെ ഓപ്ഷൻ ആയിട്ടുള്ള മോർ എന്ന് പറയുന്ന ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ കാണാം. അപ്പോൾ അതിൽ നമുക്ക് എൻക്വയറീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഡാഷ്ബോർഡിലാണ് എത്തുന്നത്. ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മളിപ്പോൾ ഓൾറെഡി കുറച്ച് എൻക്വയറീസുകൾ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഈ പേരുകളൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പം ഇവിടെ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് ഒരു എൻക്വയറി വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിലിവിടെ ആഡ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് അപ്പർ കോർണറിൽ കാണുന്ന ആ ഒരു ഗ്രീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. നമ്മുടെ എന്താണ് സ്റ്റുഡൻറ്റിൻ്റെ പേര്, സ്റ്റുഡൻറ്റിൻ്റെ പാരൻറ്റിൻ്റെ പേരെന്താണ്, അതേപോലെ സ്റ്റുഡൻറ്റിൻ്റെ വാട്സപ്പ് നമ്പർ എന്താണ്, അതേപോലെ സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ് ഏത് ക്ലാസ്സിലോട്ടാണ് ആ സ്റ്റുഡൻറ്റ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്, അതെങ്ങനെയാണ് അതിൻ്റെ സോഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ഡീറ്റെയിൽ ഫില്ല് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാണ്. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ പേര് അടിക്കുകയാണ്, അരുണിമ. പാരൻറ്റിൻ്റെ പേര് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം അല്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഫോൺ നമ്പർ നമുക്ക് ജസ്റ്റ് ഒരു ഫോൺ നമ്പർ ഒരു സാമ്പിൾ ആയിക്കൊണ്ട് വെറുതെ ടൈപ്പ് ചെയ്ത് വെക്കാം. നമ്മളൊരു സാമ്പിൾ ഫോൺ നമ്പർ ജസ്റ്റ് ആഡ് ചെയ്ത് വെച്ചു. ഇനി ഏത് ക്ലാസ്സിലോട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ 10ലോട്ടാണെങ്കിൽ 10ലോട്ട്, അല്ലെങ്കിൽ 9ലോട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം, ഏത് ക്ലാസ്സിലോട്ടാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് വെക്കുക. ഇനി അതിൻ്റെ ഒരു സോഴ്സ്, അത് ഏത് ത്രൂ ആണ് വന്നത്, നേരിട്ട് വന്നതാണോ, അല്ലെങ്കിൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്താണോ, റെഫറലാണോ, ആരെങ്കിലും റെഫർ ചെയ്തിട്ട് വന്നതാണോ, ഇൻസ്റ്റാഗ്രാം വഴിയാണോ, വെബ്സൈറ്റ് വഴിയാണോ, അല്ലെങ്കിൽ അതർ ഫോൺ കോൾസ് വഴിയാണോ എന്നുള്ളതൊക്കെ. ഇപ്പോൾ വാട്സപ്പ്, ഫോൺ കോൾസ് ഒക്കെ ഒന്നിൽ നമുക്ക് പിന്നെ അടയാളപ്പെടുത്താവുന്നതാണ്. അപ്പം ഏതിലൂടെയാണ് എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഏത് സോഴ്സ് വഴിയാണ് കൂടുതൽ അഡ്മിഷൻ എപ്പോഴും വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു മാർക്കറ്റിംഗ് സൈഡിൽ നമുക്ക് കുറച്ചും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യാൻ ഇത്തരം എൻക്വയറികൾ നമ്മൾ ഇത്തരത്തിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റും. ഇനി നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു ഡേറ്റ് നമ്മളിതിൽ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫോളോ അപ്പ് ഡേറ്റ് നമുക്ക് എത്ര വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേറ്റിൽ നിന്ന് നമ്മൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊരു താല്പര്യം, അപ്പോൾ നിങ്ങൾ ഇപ്പം ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം, 3 ദിവസം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഞാനിവിടെ 3 ദിവസം 21 ഒരു ഫോളോ അപ്പ് ഡേറ്റ് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആഡ് എൻക്വയറി കൊടുക്കുന്നു. അപ്പോൾ ആഡ് എൻക്വയറി കൊടുക്കുന്ന സമയത്ത് ആ ഒരു നെയിം ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആഡ് എൻക്വയറി കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ആഡ് എൻക്വയറീസ് തന്നെ പല കാറ്റഗറീസ് ഓഫ് എൻക്വയറീസുകളുണ്ട്. പുതിയതായിട്ട് വന്ന എൻക്വയറീസുകൾ നമുക്ക് ന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാണും അതാരൊക്കെയാണ് പുതിയതായിട്ട് വന്ന എൻക്വയറീസുകൾ എന്നുള്ളത്. നമ്മൾ ആ ഒരു ഫോളോ അപ്പ് ഡേറ്റിൽ കോൺടാക്ട് ചെയ്തിട്ടുള്ള എൻക്വയറീസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ കോൺടാക്റ്റഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളൊരു ഡെമോ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെമോ ക്ലാസ് വേണം അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഡെമോ ഷെഡ്യൂൾഡ് എന്ന് പറയുന്ന ബട്ടണിൽ പോയി അത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ നമുക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനെയും നമുക്ക് ഈ ഒരു ബട്ടണിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ലോസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് അവർ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെട്ടു, അവർ ജോയിൻ ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റുഡൻറ്റിനെ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം അവരെ അഡ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടണിലോട്ട് മാറ്റാം. അഡ്മിറ്റഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ ആ ഒരു അഡ്മിറ്റഡ് ഭാഗത്തോട്ട് അവർ ഓൾറെഡി ചേഞ്ച് ആയിട്ട് മാറും. അപ്പോൾ അഡ്മിറ്റഡ് ബട്ടണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റുഡൻറ്റ് അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽ കിട്ടും. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഓൾറെഡി എൻക്വയറി നടത്തിയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റുഡൻറ്റിനെ നമുക്ക് ഡയറക്റ്റ്ലി ഈ ഒരു ലീഡിനെ നമുക്ക് ഡയറക്റ്റ്ലി സ്റ്റുഡൻ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇപ്പം ഈ ഒരു സ്റ്റുഡൻറ്റ് അരുണിമ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ആ ഒരു എൻക്വയറി താല്പര്യപ്പെട്ട് ജോയിൻ ആയി എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു അരുണിമ എന്ന് പറയുന്ന ആ ഒരു പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ സ്റ്റുഡൻറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റുഡൻറ്റിനെ സ്റ്റുഡൻ്റ് ആക്കാൻ, ആ ഒരു എൻക്വയറിനെ സ്റ്റുഡൻ്റ് ആക്കാനുള്ള ഓപ്ഷൻ വരികയാണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റുഡൻറ്റിൻ്റെ പേരൊക്കെ ഓൾറെഡി അതിൽ വന്നിട്ടുണ്ട്. പാരൻറ്റിൻ്റെ പേര് നമുക്ക് ആഡ് ചെയ്യാം. അതിൽ പാരൻറ്റിൻ്റെ വാട്സപ്പ് നമ്പർ നമ്മളിതിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി ആ ഒരു സ്റ്റുഡൻറ്റിനെ ഏത് ബാച്ചിൽ നമുക്ക് ആഡ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ബാച്ച് ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ പുതിയ ബാച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ആഡ് ആക്കാം. ഓൾറെഡി നമ്മൾ കുട്ടിയെ 10B ബാച്ചിൽ നമ്മൾ ആഡ് ആക്കുകയാണ്. എന്നിട്ട് നമ്മൾ കസ്റ്റം ഫീ എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം.
അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സ്റ്റുഡൻറ്റിനെ സെൻഡ് വെൽക്കം മെസ്സേജ് ടു പാരന്റ് കൊടുത്തിട്ട് ആഡ് സ്റ്റുഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റ് ആ ഒരു ബാച്ചിലെ സ്റ്റുഡൻ്റായിട്ട് ആ ഒരു എൻക്വയറി മാറുകയാണ്. അപ്പം ഇത്തരത്തിൽ നമുക്ക് വളരെ ഈസി കൊണ്ട് തന്നെ ഒരു എൻക്വയറിനെ ഡയറക്റ്റ് സ്റ്റുഡൻ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് ടോട്ടലി നമ്മുടെ ഒരു എൻക്വയറി സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ ഈസി കൊണ്ട് നമുക്ക് ഓരോ സെക്ഷനിലോട്ടും ഈ എൻക്വയറികളെ പരസ്പരം മാറ്റാവുന്നതാണ്. വളരെ ഈസി കൊണ്ട് നമുക്ക് എൻക്വയറീസുകളെ കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ്. അപ്പം എൻക്വയറി വരുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം നമ്മുടെ ട്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ ഈസി കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.